ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണ് എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാല് എന്താണ് നമ്മൾ മദ്രസക്ക് പോകുന്നത്, പിന്നെ കുറച്ച് ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കുന്നതും കുറച്ചിന്റെ കിച്ചണിലെ അലർച്ചില്ലാത്ത പാത്രങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ ഉണ്ടോ. പിന്നെ സോയാബീൻ ഉപയോഗിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ഒരു കറി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരോടും ഒരു കാര്യം എന്നും പറയുന്നത് പോലെ പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ ഓൺ ആക്കിയിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെ ഓൾ ഓപ്ഷനുകൾ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ പിന്നെ മോൾ അങ്ങനെയൊക്കെ മദ്രസക്ക് പോയി കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം കുറച്ച് പിന്നെ വോയിസും ഇതൊക്കെ കൊടുക്കാനും വേറെ വീഡിയോക്ക് വോയിസ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കിച്ചണിലേക്ക് എന്റെ ഇപ്പൊ വോയിസ് കൊടുക്കാനൊക്കെ ജിതുമോനും ഉണ്ട്. അപ്പൊ ഞാൻ വോയിസ് എടുക്കണ്ട, ജിതുമോൻ കൊടുത്തോന്നൊക്കെ ഇട്ടോ എന്നോട് പറയുന്നത്. എന്താ വേണ്ടത് വെച്ചാല് ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ. ഇന്നലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചക്ക കണ്ടിട്ടുണ്ടാകും പഞ്ചക്കിൽ. അപ്പൊ അത് അവന് വേണം. അപ്പൊ അവന് അത് എടുത്തെടുക്കാത്തതിന്റെ ഒരു വാസം ഇതൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അവിടെ ഈ ക്ലീൻ ആക്കുന്നതൊക്കെ വോയിസ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാകും ഞാൻ പറയാണ് അങ്ങനെ അവനക്ക് ചക്ക വേണം. അവൻ്റെ എന്താ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ. അത് അന്വേഷിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനും മടിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ക്ലീനാക്കലും ഇതൊക്കെ ഏകദേശം കഴിഞ്ഞ് കുറച്ച് കിച്ചണിലെ പാത്രങ്ങളൊക്കെ കേട്ടോ. ഒന്ന് രാവിലെ കഴിച്ച പാത്രങ്ങളും ഇതൊക്കെയാണ് ക്ലീനാക്കാൻ. പിന്നെ വാഷ് ശരി സിങ്ക് ഒക്കെ ക്ലീനാക്കണം. ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ടാവാം ചക്ക എടുക്കല്. ചക്ക ചിന്തുമോനെ എടുത്തെടുക്കുന്നത്. പക്ഷെ അതിന് ലക്ഷം അവനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചക്ക എടുത്തിട്ടാണ് രണ്ടാമത് വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഗ്യാസ് സ്റ്റവിന്റെ ഇതൊക്കെ കഴുകാന്ന് തുടച്ചുകാണ് വെച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വൈകിയത് വെച്ചാൽ വീഡിയോക്ക് വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ അത് എക്സ്പോർട്ട് ചെയ്യണം. പിന്നെ അതിന് കമ്പനിയിൽ കൊടുക്കണം. പിന്നെ അതിനെന്താ വെച്ചാൽ അത് പിന്നെ പബ്ലിക് ആക്കിയിട്ടൊക്കെ വെക്കണം. ഞങ്ങളെ മിന്നക്കുട്ടി വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. സംസാരിക്കുന്ന രീതിയിലാണ് മദ്രസ വന്നിട്ടാണ്. അപ്പൊ അതാ സോയാബീൻ ഇതിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതവിടെ ഒന്ന് കുതിരട്ടെ. ഇനി അപ്പോഴേക്ക് താഞ്ഞവിടെ കുറച്ചുകൂടി പാത്രങ്ങൾ ഇവിടെ നിന്നൊക്കെ കേക്ക് എടുക്കട്ടെ കേട്ടോ. അതൊക്കെ കേക്ക് എടുത്തിട്ടാണ് ഇനി പിന്നെ എന്തൊക്കെ പണികൾ പിന്നെ ഇന്നും ചെയ്യുന്ന പണികൾ ക്ലീനാക്കലും ഇതൊക്കെ ഉണ്ടല്ലോ. ചെറു തുറക്കലും അതൊന്നൊക്കെ പിന്നെ റെഡിയാക്കണം. പിന്നെ അതും ഞാൻ വീഡിയോയിലും ചൂടാക്കിയിട്ടില്ല. പിന്നെ അത്രയ്ക്ക് തന്നെയാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഏതായാലും പാത്രങ്ങൾ കഴുകി എന്നിട്ട് കഴിയട്ടെ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയിട്ട് 7:30 ആകുമ്പോഴേക്ക് കഴിയും. ഒന്നാമത് കുട്ടിനെ മദ്രസയും ഇതൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നെ പെട്ടെന്ന് സംഗതികൾ കഴിയിട്ട് 5:30 കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മളെ ശുദ്ധി നിസ്കാരം വോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ റെസ്റ്റില്ലാതെ പണി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയിലും അതൊക്കെ പിന്നെ പറഞ്ഞല്ലോ ഏരിയ കഴിയുന്നവരൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും. പിന്നെ 7:45 മണിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തെ ഒരു റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത് എന്താ വെച്ചാൽ വീഡിയോക്ക് വോയിസ് എടുക്കണം. വീഡിയോ ഒന്ന് എഡിറ്റ് തലേന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രാത്രി എല്ലാവരും 3:30 ഒരു പുലർച്ചെ 3:30 അങ്ങനെയൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എന്താ വെച്ചാൽ രാത്രി ഒന്നും ചെയ്യാറില്ല. പിന്നെ കുട്ടിന്റെ എത്തിക്കാറ് ഫോണിന്റെ പിന്നെ ഉച്ചക്ക് ഒരു രാത്രി അവിടെ എത്തുണ്ടാവില്ല കേട്ടോ. എന്താണ് ഉച്ചക്ക് 1 മണിക്ക് ശേഷം അവിടെ എത്തിക്കാറ് ഫോണ്. പിന്നെ നമസ്കാരം കാര്യങ്ങളും കുറച്ചൊക്കെ വായിച്ചിട്ടും ഒക്കെ ആയിട്ട് പിന്നെ അവർക്ക് പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണട്ടെ വിചാരിച്ചിട്ട് കൊടുക്കട്ടോ. തീരെ കൊടുക്കാതെ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആണ് ഇത് കിച്ചണിലേക്ക് വരാൻ വൈകുന്നത് കേട്ടോ. ഇന്നിപ്പോ പറഞ്ഞാല് ഞാൻ വീഡിയോക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് രാവിലെ മിന്നുമോളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ മിന്നുമോളെ മദ്രസക്ക് പറഞ്ഞേക്കാറ്. പിന്നെ കുറച്ച് പത്തിരി ഇതൊക്കെ ചുട്ടെടുക്കാനും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ പറഞ്ഞാൽ 3:30 എഡിറ്റ് ചെയ്യും. പിന്നെ ഒക്കെ 3:30 4:00 ഉള്ളിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് എടുക്കുന്നത് അവിടെ പോയതിന്റെ ശേഷം മാത്രമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ രാത്രി ഒന്നിച്ചിട്ട് വോയിസ് എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല, ഒരു ഷാറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു വിചാരിച്ചിട്ടൊന്ന് അപ്പൊ അതങ്ങനെ വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പകലെ വിചാരിച്ചു. അപ്പൊ എനിക്കൊരു ഉഷാറായിട്ട് വരുമ്പോഴൊക്കെ തീരുമാനമാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് ഇത് മറ്റത് വോയിസ് എടുക്കുമ്പോഴായിട്ട് പ്രത്യേക ഒരു പച്ചിലാട്ടോ.
അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. അപ്പൊ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വോയിസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കളിച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും വിശേഷങ്ങളും. അപ്പൊ പിന്നെ ഇത് വോയിസ് എഡിറ്റ് ചെയ്തും കഴിഞ്ഞ് പിന്നെ വോയിസ് ഒക്കെ ഒരുമിച്ച് കൊടുക്കട്ടെ. അപ്പൊ ഞാനപ്പോ നമ്മള് എന്താ സിങ്ക് ക്ലീൻ ആക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്താ പറയാ വെച്ചാല് അപ്പോൾ ഇതാ ഞാൻ സിങ്കില് അരിപ്പൊക്കെ അതിൽ വേസ്റ്റ് ഒക്കെ കുറച്ചിങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി തട്ടിയിട്ട് ഇതാണ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് എന്താണ് വരികയാണ് കേട്ടോ. അപ്പൊ അതാ അങ്ങനെ ക്ലീൻ ആക്കലും ഒക്കെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പൊ എന്നാലും ഉണ്ടാവും കേട്ടോ, ഓരോന്നിനും എടുത്ത പാത്രങ്ങളൊക്കെ എത്ര കഴുകി വെച്ചാലും ഉണ്ടാകും കേട്ടോ. ഇപ്പൊ എന്താ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്താണ്ട് സിങ്കിക്കാണ്ടാക്കിയിട്ട് അതോടെ ഞാനാണ്ട് ഒന്ന് വൃത്തിയായിക്കോളൂ കേട്ടോ. ഞാൻ എന്താണ് ചെറുതായിട്ടൊക്കെ നമ്മൾ തുടച്ചെടുത്താൽ മതി. ഇപ്പൊ തൽക്കാലിക തുടക്കലാക്കി ശരിക്കില്ല തുടക്കലൊക്കെ നന്നായിട്ട് കഴിട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ക്ലീൻ ആക്കലും ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ടാപ്പിന്റെ ആ ഭാഗത്തിലെ ഏരിയ ഒക്കെ എന്നാണ്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടോ. അപ്പൊ നമ്മൾ ഈ പാത്രം ചെയ്തലും ഇതൊക്കെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ അപ്പം തന്നെ ഇത് ക്ലീൻ ആക്കി എടുത്താൽ പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. വല്ലാതെ ചളികളൊന്നും പറ്റി പിടിച്ച് കിടക്കും കേട്ടോ. അപ്പം എന്താ വെച്ചാൽ പാത്രം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അത് ക്ലീൻ ആക്കി എടുത്താൽ മതി. പിന്നെ മറക്കാതെ ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ അരിപ്പെടുത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നുകൊണ്ട് ബ്രഷ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ് കുറച്ച് നേരം ഒന്ന് വെള്ളം കെട്ടി വെക്കേണ്ടതൊക്കെ വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരമൊക്കെ വെള്ളം കെട്ടി എടുത്തിട്ട് അതൊക്കെ കടന്നുണ്ട് എന്താണ് എന്താ പറയാ വെള്ളത്തിൽ കടന്നിട്ട് ചളിയൊക്കെ ഒന്ന് പോകട്ടെ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ അതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പം എന്തെങ്കിലുമായിട്ട് ഇപ്പോൾ വെള്ളം പിടിച്ച് നിർത്താൻ ഇവിടെ പറ്റിയിട്ട് അപ്പം എന്തെങ്കിലുമായിട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നിർത്തിയാണ്ട് പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ വരുന്ന ശരിക്കാണ്ട് ക്ലീനാക്കി എടുക്കലുണ്ട് കഴിഞ്ഞാണ്ട് പോന്നിട്ടോ. അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചു, ഇനി ഇപ്പോൾ സോയാക്കറി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഇനി കുളിച്ച് വന്നിട്ട് ആയാൽ മതിയോ അതോ പിന്നെ ആയാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അപ്പം ആരൊക്കെ ഈ ബാത്റൂം ഉണ്ടാകും പിന്നെ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വൈകിട്ടോ. അപ്പം അങ്ങനെ ഏതായാലും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ അതങ്ങനെ ഊറ്റിയെടുത്തിട്ട് ഇനി ഇത് ഞാൻ റൈസ് കുക്കർ തന്നെ വെച്ചെടുക്കട്ടെ. അപ്പോൾ എന്തിനാ വെച്ചാൽ റൈസ് കുക്കർക്ക് വെച്ചെടുക്കുന്നത് വെച്ചാൽ ചൂട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാനായിട്ട് നമുക്ക് കഴിക്കുമ്പോഴൊക്കെ വരെ ഇതൊരു നമുക്കൊക്കെ വേണമെങ്കിൽ ആ നേരം വരെ ചൂട് നിൽക്കാനായിട്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ പെരും മഴയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ചെറുതായിട്ട് ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഗ്രില്ലിൻ്റെ ഒക്കെ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചി മാങ്ങൻ്റെ ഒക്കെ എടുത്തത് പച്ചമുളകും പിന്നെ ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഉള്ളി പാതി ഇത് മതി വിചാരിച്ചിട്ട് ഞാൻ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി എടുത്തിട്ട് പിന്നെ ഞാൻ വേറെ ഒരു ഉള്ളിയും കൂടി അതിന് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് മിക്സി ജാർ എടുത്ത് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും പിന്നെ ടൊമാറ്റോ ഒന്ന് അരിഞ്ഞിടാനുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ മാങ്ങഞ്ചാണ് എടുത്തത്. അപ്പോൾ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി എടുത്തത്. അപ്പോൾ ഇഞ്ചിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മാങ്ങഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കേണ്ട. അപ്പോൾ അതാ ടൊമാറ്റോ അതിലേക്ക് കട്ട് ചെയ്ത് ഇതാണ് ഇതാണ്ട് അരച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം അതോടെ എന്താ അരച്ചിട്ടോ. അപ്പോൾ അത് എന്താ പറയുക ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിരലിട്ട് അരക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ അരിഞ്ഞാലും മതി. അപ്പം ഞാൻ വലിയ കട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോരാ തോന്നിയിട്ട് അപ്പോൾ കുറച്ചും കൂടി ഞാൻ അതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോയൊക്കെ കഴുകി വെച്ച് നന്നാക്കി വെള്ളമൊക്കെ വാർത്ത് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇത് എന്താ വെച്ചാൽ കുക്കർ എടുത്തിട്ട് ഞാൻ കുക്കറിലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ എന്താണ് അപ്പോൾ ഞാൻ കറിവേപ്പില കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ എനിക്ക് കഴുകി കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇത്രയും സോയൊന്നും വേണ്ട വിചാരിച്ചു. അപ്പോൾ ഞാനത് ബാക്കി ഫ്രിഡ്ജിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൊരിച്ചു കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ മതി വെച്ചാൽ. അപ്പം ഇന്ന് സോയക്കറി ഈ ചോറും മാത്രമേ കേട്ടോ. ഇതിലേക്കായിട്ടൊക്കെ ഒരു ഉപ്പേരിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാനത് എനിക്ക് പൊരിച്ചാൽ മതി അങ്ങനെയൊക്കെ സോയ പൊരിക്കുക വേറെ എന്തെങ്കിലും കറിക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ എന്തിനപ്പോൾ ഒരു ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഒരു സോയൻ്റെ തന്നെ ഒറ്റ കറി ഉപ്പേരി കഴിഞ്ഞ ഉണ്ടാക്കിയ പോലെ വിചാരിച്ച് അങ്ങനെ മതി വിചാരിച്ച് ഞാൻ തന്നെ വിചാരിച്ചു. നമ്മൾ പറയാൻ കാരണം മക്കൾ സോയൻ്റെ ഒരു ഇഷ്ടമല്ല കേട്ടോ. കുട്ടികൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ ഈ കുക്കർ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കസൂരിയൊക്കെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ സവാളയ്ക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പായി വരുന്നിട്ട് എന്താ വെച്ചാൽ ഈ ഒരു അരപ്പല്ലേ ടൊമാറ്റോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങോട്ട് വന്ന് എന്താണ്
കേക്കും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. ഇപ്പോഴല്ല ഞാൻ അത് എന്താ കേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലൊക്കെ നന്നാക്കി കേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഊരി ഇടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതൊക്കെ ഊരിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് എന്താണ് ഞാൻ മിക്സിൻ്റെ ജാറിൻ്റെ വെള്ളം ഒക്കെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അല്ല അതിൻ്റെ മുമ്പ് സോയാബീൻ ഇട്ടെടുത്തിട്ടോ. എന്നിട്ട് മിക്സിലെ ജാറിൻ്റെ വെള്ളം കൂടി കാണാണ്ട് പാകമാക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് അതല്ലാതെ കടന്ന് കുക്കാക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ മസാലകളും ചേർക്കാനുണ്ട്. അപ്പോൾ അത് ആ സോയ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇത് എന്താ എന്തെങ്കിലും അപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ ഒരു മല്ലിപ്പൊടി എന്താണ് സുമാർ അളവ് ഇട്ടെടുക്കട്ടെ. 1, 2, 3 അങ്ങനെ കുറച്ച് സ്പൂണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് മല്ലി ഇട്ടാൽ അധികം ടേസ്റ്റ് വിചാരിച്ചാൽ 3-4 സ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി അങ്ങനെ എല്ലാ മസാലകളും ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മിക്സി ജാറ് ഇത് കേക്ക് ഒഴിച്ച് കൊടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ നന്നാക്കിയിട്ട് മിക്സ് ആക്കുക. വെള്ളമൊക്കെ എത്ര പാകത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പാകത്തിനുള്ളത് വെച്ചെടുക്കും കേട്ടോ. അപ്പം അങ്ങനെ നന്നാക്കിയിട്ടാണ്ട് ഇങ്ങോട്ട് കുലുക്കി അങ്ങനെ ഈ മിക്സിൻ്റെ ജാറത്തത് കുക്കറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നാക്കി ഞാൻ വെള്ളമൊക്കെ പാകമാണോ ഉപ്പൊക്കെ ഇങ്ങനെ പാകമാണോ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് അതോടെ കടന്നുകൊണ്ട് കുക്കായിക്കോട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും 3-4 വിസിൽ അടിച്ചിട്ട് ഓഫാക്കട്ടോ. അപ്പോൾ എത്ര നിങ്ങളെ കുക്കർ എങ്ങനെ വെച്ചാൽ അങ്ങനെ ഇട്ടാക്കാം. അപ്പോൾ ഞാൻ 1-2 വിസിൽ അടിച്ചിട്ട് ഞാൻ പിന്നെ സിമ്മിലിട്ടേക്കാം. പിന്നെ അതവിടെ കണ്ണ് കുക്കാവട്ടെ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ചെറുതായിട്ടൊരു പുളിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പുളി. ഇപ്പോൾ വെറും സോയും എന്താണ് ടൊമാറ്റും ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ചെറുതായിട്ടൊരു പുളി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് പുളി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് കുക്കർ ഇവിടെ അടിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാനാ, എന്തോ ഒരു പണിക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. എന്തിനാ ഏതായാലും ഓർമ്മയില്ലാതെ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ട് എന്തിനോ ഒന്ന് ഏതായാലും പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാല് കുറച്ച് വാഷ് ചെയ്യാണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴേക്ക് കണ്ട് വന്ന് കിട്ടിക്കോളൂ വിചാരിച്ചു. അപ്പൊ ഒരു 3-4 വിസിലടിച്ചതിന് ശേഷം ഞാൻ വിസിലെ കുട്ടികൾക്ക് ക്ഷമല്ല. അപ്പൊ അവരെ കുടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു സോയക്കാർ ഇതിന്റെ വാസിൽ പോയിട്ടപ്പോ അവർക്ക് പെട്ടെന്ന് എന്താണ് ഫുഡ് കഴിക്കണ്ട. അപ്പൊ എന്താ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കണ്ടിട്ടില്ല സോയ. അപ്പൊ പിന്നെ വെറുതെ ഒരു കോഴിന്റെ കറിന്റെ ഒരു വാസന വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ കാവിലെ കളഞ്ഞിട്ട് ഞാൻ കുക്കറിന്റെ വിസൊക്കെ കളഞ്ഞിട്ട് വേണ്ടി തുറക്കണം കേട്ടോ. അപ്പൊ വെറുതാണെങ്കിൽ പറഞ്ഞല്ലോ ക്ഷമ എല്ലാവർക്കും എന്താണ് കിട്ടിക്കുമ്പോ പെട്ടെന്ന് കുറെ ദിവസം കിട്ടും. അപ്പൊ എന്താണ് കഴിച്ചിട്ടൊക്കെ അപ്പൊ ഒന്നാമത് മാക്കും ഇഷ്ടമല്ലായിട്ട് അപ്പൊ അങ്ങനെ തുറക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും ആയിട്ട് ഇതാകും. അപ്പൊ കുട്ടികൾക്കും തന്നെ വല്ലാതെ പേരും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട വിചാരിച്ചിട്ട് കണ്ടവർക്ക് തിരിച്ചേണ്ടി വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവരെ കാണിക്കാതെ നിന്ന് കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും മീനോ അങ്ങനെ ഫുഡും മീനൊക്കെ കിട്ടാത്തതും ഇതാണെങ്കിലും അപ്പൊ അങ്ങനെ ഏതായാലും ചിലപ്പോൾ ആണെങ്കിൽ പിന്നെ കുട്ടിക്കാണെങ്കിലും മീനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പിന്നെ ഭയങ്കര പിന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചോറ് കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു അല്ലെങ്കിലും അല്ലാതെ നമ്മൾ കഴിക്കുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട കറി അല്ലെങ്കിൽ വെച്ചാൽ ഒന്ന് പേരിനൊക്കെ കണ്ട് കഴിച്ച് നിർത്തിയിട്ട് പോകുട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ജിതുമോൻ പറയട്ടോ. എന്താണ് അവന് ഇഷ്ടപ്പെട്ട എന്റെ കറി കഴിക്കുന്നതിന് മുമ്പാണ് അവന് എന്തൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ജിതുമോന് എന്താ സൂപ്പർ എന്ന് പറയുന്നത് അവന് എന്താണ് ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പാണ് കണ്ടപ്പോൾ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞു. എന്ന് കഴിച്ചിട്ട് എന്താ പറയാന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഞാൻ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവർക്ക് ഇങ്ങനെ വേണം കേട്ടോ. അപ്പൊ അങ്ങനെ അവ നിന്നോടും കഴിച്ചു. പിന്നെ അങ്ങനെ രണ്ടാമതൊന്നും കഴിക്കാൻ വല്ലാതെ വരണില്ല കേട്ടോ. അപ്പൊ രണ്ടാമതും മൂന്നാമതൊക്കെ ആയിട്ട് പിന്നുമോളൊക്കെ അങ്ങനെ കഴിച്ചിട്ടോ. ഫുഡ് അങ്ങനെ കറിന്റെ ടേസ്റ്റ് കൊണ്ട് ഫുഡൊക്കെ പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിയൊക്കെ ഒന്നും കറി ഇല്ല കേട്ടോ. പിന്നെ വൈകുന്നേരം 4 മണിക്ക് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രക്കും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അറിയുന്നാലും ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ടേസ്റ്റ് കൊണ്ട് അവർക്ക് പിന്നെ വൈകുന്നേരം വേണം. അങ്ങനെ അതൊക്കെ അറിയാൻ കഴിയും. പിന്നെ രാത്രിയൊക്കെ പിന്നെ കറി ഇതൊന്നും ഇല്ല, ഒരുമിച്ച് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പൊ അങ്ങനെ അപ്പോഴത്തെ രാത്രി പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ കുറച്ച് സോയ ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ പൊരിച്ചു കൊടുത്തിട്ട് അവർക്ക് അതങ്ങനെ ഫുഡ് കൊടുത്തിട്ട് രാത്രിക്കൊക്കെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അത് കുറച്ച് ഇങ്ങനെ സോയ പൊരിച്ചു പിന്നെ അതിക്ക് പാകാക്കിയിട്ടുള്ള ഒരു ഉള്ളി ടൊമാറ്റോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പേരി ചേർത്തിട്ട് ഞങ്ങളങ്ങനെ
കഴിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കമന്റ് വിടാനും ഒന്നും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കൂടി മറക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.